Okay, B Limited has authorized capital 25 lakh. B Limited എന്ന് പറയുന്ന കമ്പനി നെയിം ആണ്. 25 lakh authorized capital ആണ്. അതിനെ അവര് 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 lakh എന്ന് പറയുന്ന സമയത്ത് 100 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഷെയർ ഉണ്ടാവും? 25,000 ഷെയർസ് ഉണ്ടാവും. ശരിയല്ലേ? 25,000ന്റെ 100 ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ബട്ട് കമ്പനി ഷുഡ് ഓൺലി 20,000 ഷെയർസ്. എത്ര ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ? 20,000. പേബിൾ എങ്ങനെയാണ്? 25 ഓൺ അപ്ലിക്കേഷൻ, 30 ഓൺ അലോട്ട്മെന്റ്, ഫസ്റ്റ് കോൾ 20, ഫൈനൽ കോൾ 25. അങ്ങനെ എത്ര രൂപ കളക്ട് ചെയ്യും? 100 rupees. എത്ര ഷെയറിന്റെ മോള്? 20,000 ഷെയറിന്റെ മോള്. റെഡി അല്ലേ? ഇതാണ് കമ്പനി വിചാരിച്ചത്. അപ്ലിക്കേഷൻ were received for 32,000. ഇതിന് പകരം വന്നിരിക്കുന്ന എത്രയാ? 32,000 ഷെയർസിന്റെ അപ്ലിക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇത് ഏതാണ് മക്കളെ സിറ്റുവേഷൻ? ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ് അല്ലെ? ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ്. ശരി, ഇതിനെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അപ്ലിക്കേഷൻ മണി ഓൺ 1000 ഷെയർസ് ഓക്കെ were retained for allotment and pro rata allotment was made. അതായത് 20 വേണ്ടോടത്തില് 32 വന്നിട്ടുണ്ടെങ്കിൽ എത്ര അധികം ഉണ്ട്? യെസ്, നമുക്ക് വേണ്ട എത്രയേ ഉള്ളൂ? 20K ഉള്ളു അല്ലെ? ഇപ്പൊ ഒരു 10K കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും? 2K കൂടെ ഉണ്ടാവും. ഓക്കെ, 20K നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും? ഷെയർ ക്യാപിറ്റലിൽ കൊണ്ടുപോകും. ഇതിനെന്ത് ചെയ്യണം, ഇതിനെന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകള് ഷെയറിന് അപ്ലൈ ചെയ്താണ്. അപ്പൊ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? 20,000 ഷെയറിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഷെയർ അനുവദിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്ലിക്കേഷനെ അനുവദിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ 10,000 ഷെയർസ് അടച്ച ആളുകൾ, എക്സസ് അടച്ച ആളുകൾ 30,000 ഷെയറിന് വരെ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ആ 10,000 ഷെയറിന് അടച്ചത് നമ്മൾ റീഫണ്ട് ചെയ്യണോന്ന് ചോദിച്ചപ്പോൾ അവരെന്ത് പറഞ്ഞു? വേണ്ട, ആ പൈസ അവിടെ വെക്കാൻ വേണ്ടി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 10,000 ഇൻറ്റു 25 അവിടെ ഉണ്ടാവൂലേ? എക്സസ് ഉണ്ടാവൂലേ? 10,000 ഇൻറ്റു 25 ചെയ്ത് കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപ ഉണ്ടാവും അല്ലെ? 2.5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കേണ്ട അവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞു. കാരണം എന്താ അറിയോ? ഓൾറെഡി ഷെയർ അനുവദിച്ച ആളുകള്, അപ്ലിക്കേഷൻ പേ ചെയ്ത ആളുകൾക്ക് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ടാവോ? ഇല്ല, പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഭാഗികമായിട്ട് ഷെയർ കൊടുത്തിട്ടുണ്ടാവും അല്ലെ? ഫോർ എക്സാമ്പിൾ അവര് 25 ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര കൊടുത്തിട്ടുണ്ടാവും? 20 തന്നെ കൊടുത്തു. അപ്പൊ അയാളുടെ 5 ഷെയറിന്റെ പൈസ അവിടെ ഉണ്ടാവൂലേ? ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ആളുകൾ ഷെയറിന്റെ പൈസയാണ് ഈ 2.5 ലക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവർക്കൊക്കെ ഭാഗികമായിട്ട് അനുവദിച്ചു കൊടുക്കുകയും ആ 2.5 ലക്ഷം റുപ്യ അവിടെ വെക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇവരൊക്കെ തന്നെ 20,000 ഷെയർ അനുവദിച്ച ആളുകൾ അലോട്ട്മെന്റ് മണി അടക്കണ്ടേ? ഫസ്റ്റ് കോൾ അടയ്ക്കണ്ടേ? സെക്കൻഡ് കോൾ അടയ്ക്കണ്ടേ? അപ്പൊ ആ സമയത്ത് അവരെ അടയ്ക്കേണ്ടതില്ല. എവിടെ നിന്ന് എടുത്തോളൂ? ഈ വന്നിരിക്കുന്ന ഫണ്ടിൽ നിന്ന് എടുത്തോളൂ. ഓക്കെ, എക്സസ് ഫണ്ടിൽ നിന്ന് എടുത്തോളൂ. അപ്പം അങ്ങനെയാണ് ഈ 10,000 രൂപയുടെ 2.5 ലക്ഷം 2.5 lakh റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യും? അവിടെ റിസർവ് ആയിട്ട് വെക്കും. അലോട്ട്മെന്റ് ഡ്യൂ ആവുന്ന സമയത്ത് അതിൽ നിന്ന് എടുത്തോളൂ. അവർ പിന്നെയും പൈസ തരുമോ? ഇല്ല. നിങ്ങളിപ്പോ എന്ത് ചെയ്യാം? 2 ഫോണിന് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 2 ഫോണിന് 50,000 രൂപ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഫോൺ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ എത്ര കൊടുത്താൽ മതി? 25 കൊടുത്താൽ മതി. ബാക്കി 25 അവിടെ ഇല്ലേ? അപ്പൊ നിങ്ങൾ വേറെ എന്തെങ്കിലും രീതിയിൽ അവിടെ പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിൽ നിന്ന് എടുത്താൽ മതി. പറഞ്ഞു ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ വെച്ചു. ബാക്കി നോക്കിയേക്കണേ. അപ്ലിക്കേഷൻ ഫോർ 2,000 ഷെയർസ് വേർ ടോട്ടലി റിജക്റ്റഡ്. അപ്പൊ ഈ 2,000 രൂപേന്റെ എത്ര അടച്ചിട്ടുണ്ട്? 25 രൂപ വെച്ചിട്ട് എത്ര ഷെയറിന് അടച്ചിട്ടുണ്ട്? 2,000 ഷെയറിന് അടച്ചിട്ടുണ്ട് അല്ലെ? ആ എമൗണ്ട് എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും റിജക്ട് ചെയ്യും. എന്ത് ചെയ്യും? പൂർണ്ണമായിട്ടും റിജക്ട് ചെയ്യും. ഇത് എത്ര വരും? 2,000 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ എത്ര വരും? 50,000 രൂപ പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. ഓക്കെ, നോക്കിയേക്കണേ. ഞാൻ ഇതിന്റെ ജേണൽ എൻട്രിയിലേക്ക് പോവാണ്. നല്ലോണം ശ്രദ്ധിച്ചോളൂ, നല്ലോണം. ഓക്കെ, ഫസ്റ്റ് ജേണൽ എൻട്രി, ബാങ്കിൽ പൈസ എത്തുന്ന ജേണൽ എൻട്രിയാ. എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ. എത്ര ഷെയറിന്റെ ഞാൻ എഴുതേണ്ടത്? 20,000 ആണോ? 30,000 ആണോ? 32 ആണോ? 50? എത്രയുണ്ട് എഴുതേണ്ടത്? 32,000 പൈസ കിട്ടിയിട്ടില്ലേ? അപ്പൊ 32,000 ഇൻറ്റു 25 8 lakh വരും. എത്ര വരും? 8 lakh. അപ്പൊ 8 lakh അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തു അല്ലെ? അപ്ലിക്കേഷൻ മണി. ഇത് മുഴുവനും ഷെയർ ക്യാപിറ്റലിലേക്ക് കൊണ്ടുപോവോ? ഇല്ല. സോ ജേണൽ എൻട്രി എഴുതാൻ പോവാണ്.
ഷെയർ അപ്ലിക്കേഷൻ വന്നത് എത്രയാ? 32,000 ഇൻറ്റു 25 എത്ര വന്നിട്ടുണ്ട്? 8 ലക്ഷം വന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ എഴുതി. 2 എങ്ങോട്ടേക്ക് പറഞ്ഞേക്കും? 2 ഷെയർ ക്യാപിറ്റലേക്ക് പറഞ്ഞേക്കണം. എത്ര പറഞ്ഞേക്കണം മക്കളെ? 20,000 ഇൻറ്റു 25 എത്രയാണോ അതാണ് നമ്മൾ എന്ത് ചെയ്യുക? ഷെയർ ക്യാപിറ്റലേക്ക് പറഞ്ഞത്. എത്ര വരും? 5 lakh വരും. ഇനി എന്തോ റിജക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എത്ര? ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് റിജക്ട് ചെയ്യണ്ടേ? എത്രയാ മക്കളെ റിജക്ട് ചെയ്യാ? എത്രയാ? 2000 ഷെയറിന്റെ 25 രൂപ എന്ന് പറഞ്ഞാൽ 50,000 രൂപ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. ഓക്കെ. ഇനി നമ്മളോട് ഫസ്റ്റ് കോളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടില്ലേ? ഓക്കെ. ഷെയർ അപ്ലിക്കേഷൻ. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യാം? ടു ഷെയർ അലോട്ട്മെന്റ്. ടു ഷെയർ അലോട്ട്മെന്റ്. അലോട്ട്മെന്റിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? എത്ര? 10,000 ഇൻറ്റു 25 എത്ര വരും? 2.5 ലക്ഷം. 2.5 ലക്ഷം. 2.5 ലക്ഷം നമ്മള് മൊത്തം 8 ലക്ഷം രൂപ അപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ അപ്ലിക്കേഷൻ കിട്ടിയതിൽ നമുക്ക് കംപ്ലീറ്റ് നമുക്ക് ഷെയർ ക്യാപിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ഈ 8 ലക്ഷത്തിൽ 5 ലക്ഷം രൂപ നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി. കാരണം 20,000 ഷെയറെ നമുക്ക് എടുത്തു കൊടുക്കാനുള്ളൂ. അതുകൊണ്ട് ഈ 8 ലക്ഷത്തിൽ നിന്ന് 2,000 ഷെയറിന്റെ പ്രൈസ് നമ്മളോട് റിജക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പറ്റു ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചയച്ചു. ബാക്കി പൈസ അവിടെ വെച്ചോ, എങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം? അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അലോട്ട്മെന്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ ആണെങ്കിൽ ദാ അടുത്ത ജേണൽ എൻട്രിയിലേക്ക് പോകുന്നു. ഷെയർ അലോട്ട്മെന്റ് ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി ചെയ്യുന്നു. ഓക്കെ. ഷെയർ അലോട്ട്മെന്റ് ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി ചെയ്യുന്നു. ഓക്കെ. ഷെയർ അലോട്ട്മെന്റ് ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി എത്രയാ? എങ്ങനെ എഴുതാ? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. എത്ര എമൗണ്ട് വരിക? 30 ഇൻറ്റു എത്ര ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചത്? 20 അല്ലേ? 30 ഇൻറ്റു 20,000 എത്ര വരും? 6 lakh വരും. എത്ര വരും? 6 lakh. ഓക്കെ. 6 lakh. ഇവിടെ നല്ലോണം ശ്രദ്ധിച്ച എല്ലാവരും, എല്ലാ ആളുകളും. ഓക്കെ. 6 lakh കിട്ടാനുണ്ട് എന്ന് പറഞ്ഞു. അടുത്ത ജേണൽ എൻട്രി എഴുതാൻ പോവാണേ മക്കളെ. ഇവിടെ ശ്രദ്ധിച്ചോ? നല്ലോണം ശ്രദ്ധിച്ചോ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 3,50,000 3,50,000 എന്ന് എഴുതി. എനി ഡൗട്ട്? എന്തുകൊണ്ട് ഡൗട്ട് ഇല്ല? 6 ലക്ഷം നമുക്ക് കിട്ടാനുണ്ട് ഷെയർ ക്യാപിറ്റലിലേക്ക്. ശരിയല്ലേ? 6 ലക്ഷം. അതിൽ 2.5 നേരത്തെ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലെ? ഇനി എത്രയും കൂടെ മതി? ഇനി 3.5 കൂടെ വരുള്ളൂ. ഇനി 3,50,000 മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ വരുള്ളൂ. ഓക്കെ. ബിക്കോസ് വി ഓൾറെഡി റിസീവ്ഡ് 2,50,000. ഓക്കെ. മനസ്സിലായോ? അലോട്ട്മെന്റിന്റെ പൈസ ഓൾറെഡി നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നേരത്തെ തന്നതിൽ നിന്ന് എക്സസ് ഉള്ള നമ്മൾ അലോട്ട്മെന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അവരെന്ത് ചെയ്യില്ല? 6 ലക്ഷം അടക്കില്ല. ക്ലിയർ ആയോ? ഇനി ബാക്കിയുള്ളത് സാധാരണ പോലെ നമ്മൾ ചെയ്യും. എന്ത്? ഫസ്റ്റ് കോൾ ഡ്യൂ വന്നു. അലോട്ട്മെന്റ് കഴിഞ്ഞില്ലേ? ഇനി എന്താണ്? ഫസ്റ്റ് കോൾ ഡ്യൂ വന്നു. എന്താണ്? ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. എത്ര എമൗണ്ട് വരും? എത്ര എമൗണ്ട് പറഞ്ഞത്? ഫസ്റ്റ് കോളിന് എത്ര പറഞ്ഞത്? 20 ആണ് അല്ലെ? 20 ഇൻറ്റു 20,000 എത്ര വരും? 4 lakh. 4 lakh കിട്ടാനുണ്ട് എന്ന് പറഞ്ഞു. അടുത്ത എന്ത് ചെയ്യും? കിട്ടും. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഫസ്റ്റ് കോൾ എത്ര കിട്ടും? 4 lakh. അത് നമ്മൾ റിസീവ് ചെയ്തു. ഇനി സെക്കൻഡ് കോൾ ഡ്യൂ ആവും. എന്താണ്? സെക്കൻഡ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. എത്ര കിട്ടാനുള്ളത്? 25 ഇൻറ്റു 20,000 എത്ര വരും? 5 lakh കിട്ടാനുണ്ട്. അടുത്ത കിട്ടുന്നു. ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു സെക്കൻഡ് കോൾ ഷെയർ സെക്കൻഡ് കോൾ. എത്രയാ? 5 ലക്ഷം കിട്ടി. ഓക്കെ. ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്നും ചെയ്യാനില്ല. ആകെ അഡ്ജസ്റ്റ്മെന്റ് കിടക്കുന്ന എവിടെയാണ്? ഇവിടെ മാത്രമാണ്. ക്ലിയർ ആണോ?